എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു. ഓണത്തിന് എത്ര കൂട്ടം കറികൾ ഉണ്ടാക്കാം, ഏത് കളർ ഡ്രസ്സ് ഇടാം, എങ്ങനെ അണിഞ്ഞൊരുങ്ങാം എന്നുള്ള ചർച്ചകളായിരുന്നു അവളുടെ ചുറ്റും. അവളുടെ ചുറ്റിലും നടക്കുന്ന ഈ ചർച്ചകളെല്ലാം കേട്ടിരിക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചിരുന്നുള്ളൂ. അവളുടെ ഉള്ളിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ സങ്കടങ്ങൾ മുളപൊട്ടുന്നുണ്ടായിരുന്നു. അത് അവൾ പുറത്ത് കാണിച്ചില്ല. കാണിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന് അവൾക്കറിയായിരുന്നു. താൻ കാണിച്ച അത് കണ്ട് അമ്മയ്ക്കും കൂടി സങ്കടാവും. അത് അവൾക്ക് നല്ലോണം അറിയായിരുന്നു. എന്താ കാർത്തു പെണ്ണെ, സ്കൂളിൽ പോയില്ലേ? അമ്മ അവളോട് ചോദിച്ചു. ഇല്ലമ്മ, പോയില്ല, എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ. അതാ അവൾ അമ്മയോട് തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ, എന്നാ അമ്മയുടെ മോളെ കുറച്ചു നേരം ഉറങ്ങിക്കോ. അമ്മ ഈ ലോട്ടറികളെല്ലാം വിറ്റഴിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അവളുടെ അമ്മ വീൽ ചെയറും തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി. അമ്മ പോയതും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൾക്ക് ക്ഷീണം ഉണ്ടായിട്ടൊന്നുമല്ല ഇന്ന് സ്കൂളിൽ പോകാത്തത്. ഇന്ന് അവളുടെ സ്കൂളിൽ ഓണപരിപാടികൾ നടക്കുകയാണ്. അതിന് അവൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പൈസ കൊടുക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ മടിയായതുകൊണ്ടോ ഒന്നുമല്ല, അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ ആരും സമ്മതിക്കില്ല. കൂടാതെ പുതുവസ്ത്രമിടാണ്ട് സ്കൂളിൽ പോയ കൂട്ടുകാരികൾ കളിയാക്കും. എന്നാൽ അമ്മയോട് ഇതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനാവില്ല. ഇതെല്ലാം ഓർത്ത് നിസ്സഹായതയോടെ അവൾ ഉമ്മറത്തേക്കിരുന്നു. അവളുടെ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് നോക്കിയാൽ സ്കൂള് കാണാമായിരുന്നു. ദൂരെയുള്ള സ്കൂളിലെ ശിങ്കാരിമേളവും കുട്ടികളുടെ ആർപ്പുവിളിയും എല്ലാം അവൾ എത്തി വലിഞ്ഞ് നോക്കിക്കണ്ടു. അവളുടെ ചുണ്ടിൽ ഒരേ സമയം സങ്കടവും സന്തോഷവും വിരിഞ്ഞു. സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു അതിൽ മുഴുവനും. ഉമ്മറത്ത് 2-3 പൂക്കൾ വെച്ചിട്ടുള്ള ആ പൂക്കളം മാത്രമായിരുന്നു അവളുടെ വിഷമത്തിന് സാക്ഷി. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ളവരുണ്ടാവും. ഓണം ആഘോഷിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് അത് നടക്കാത്ത ചിലർ. വലിയ പൂക്കളം ഇടുമ്പോഴും ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും പിരിവിന് വലിയ പൈസ തീരുമാനിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ളവരെയും കൂടി പരിഗണിക്കുക. നമുക്ക് ചെറുതായി തോന്നുന്ന പലതും അവർക്ക് വലുതായി. അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളിലും അവരെയും കൂടി ചേർത്ത് പിടിക്കുക. അങ്ങനെ ആഘോഷിക്കുമ്പോഴല്ലേ ശരിക്കുള്ള ഓണാഘോഷാവുക. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.